ഹായ് ഹലോ. കർക്കിടകത്തിൽ പ്രധാനിയാണ് പത്തിലത്തോരൻ. ധാരാളം ഇലകളുണ്ട് നമുക്ക് ചുറ്റും ഭക്ഷ്യയോഗ്യമായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചേനയില, കൊടുത്തുവയില, മത്തനില, സാമ്പാർ ചീര, പയറില, കാന്താരിയില, കുമ്പളയില, ഷുഗർ ചീര, മണത്തക്കാളിച്ചീര, ചേമ്പില. ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായതും ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം 1 സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടി വാടി വന്ന സമയത്താണ് നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. ഇത് മുഴുവനായി ചേർത്ത ഉടനെ നമ്മളൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത്. ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിതൊന്ന് അടച്ച് വെച്ചാൽ മതിയേ. അതിനുശേഷം നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി വിടാം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. ആദ്യമേ തന്നെ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇല അധികം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ടു എന്ന് വെച്ചാൽ കഴിക്കും. അതുകൊണ്ട് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി വിടാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നാളികേരം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പത്തിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ഇടിച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരീരത്തിന് ബലവും ആരോഗ്യ പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാനായിട്ട് പണ്ടുള്ളവർ കർക്കിടക മാസത്തിൽ കഴിച്ചു വന്ന ഒരു തോരനാണ് പത്തിലത്തോരൻ. ഈ തോരൻ വെക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഇലകളുണ്ടല്ലോ എല്ലാം തളിരിലകളാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ.